ഭദ്രകാളിയമ്മ നിങ്ങളെ ഇന്നത്തെ ദിവസം ഈ ഒരു സന്ദേശം കാണാൻ തിരഞ്ഞെടുത്തൊക്കെയാണ്. കാരണം നിങ്ങളുടെ എന്തോ ഒരു വിഷമം നിങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ബ്ലോക്ക് സിറ്റുവേഷൻ ഉണ്ട്. ആ ബ്ലോക്ക് സിറ്റുവേഷൻ നിങ്ങൾ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പേടിയിലുമാണ് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് സ്വന്തം സന്തോഷമാണ് വലുതെപ്പോഴും. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നല്ലതുപോലെ അറിയാം. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ ആ വ്യക്തിയെ നല്ലതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ മോശക്കാരും ആ വ്യക്തി നല്ലതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അവർക്ക് അവരുടെ സന്തോഷമാണ് വലുത്. ഇവിടെ ഇവർ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പെരുമാറ്റം കാരണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പെരുമാറ്റം കാരണം ഇവിടെ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ചെയ്യുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സത്യങ്ങൾ ഇവർ എന്താ പറയുക, ഫേസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്നില്ല. ഇവിടെ ഭദ്രകാളി അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ന്യായം ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ വ്യക്തി സത്യങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഹിഡൻ മോട്ടീവ് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളോട് ഇവർ ഇങ്ങനെ പെരുമാറുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ പെരുമാറ്റം ഇതിന് മുന്നേ വളരെ മോശമാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇവരുടെ ആ ഒരു തെറ്റ് എന്താണോ ഇവർ ചെയ്തത് നിങ്ങളോട്, അത് വീണ്ടും തിരുത്താൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഒരു സെക്കൻഡ് ചാൻസ് ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തിക്ക് നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നാവണമെന്നാണ് ആഗ്രഹം. ഓം ഭദ്രാളിയമ്മേ നമഃ.